ഹായ് കൂട്ടുകാരെ, ബിസിആർ ഗാർഡൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്ത് ലാഭം കണ്ടെത്തിയ ഒരു കർഷകൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ. സാറിനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലാലു. ഞാനൊരു 32 വർഷം സംസ്ഥാന സർക്കാരിൻ്റെ സർവീസിലുണ്ടായിരുന്നു. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് സാറേ? നഗരകാര്യ വകുപ്പിലായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. 20 വർഷത്തോളം നഗരകാര്യ വകുപ്പിലുണ്ടായിരുന്നു. ജോയിന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ ഏത് വർഷം റിട്ടയർഡായി? 2020 മെയ്യിലാണ് റിട്ടയർ ചെയ്യുന്നത്. അതിനുശേഷം കൃഷിയിലോട്ട് ഇറങ്ങിയ? അതിന് മുൻപ് തന്നെ കൃഷി തുടങ്ങിയിരുന്നു. അത്യാവശ്യം കൃഷി ഇവിടെ ടൊമാറ്റോ തോന്നുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൃഷി തുടക്കം വെച്ചിരുന്നു. തുടങ്ങിയപ്പോൾ ഏറ്റവും അവസാനമാണ് ഈ കുരുമുളക് കൃഷിയിലേക്ക്. ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ സാർ ഇറങ്ങിയിട്ട് 4 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോഴേ സാറിന് ഇങ്ങനെ ഒരു ആശയം ഉദിക്കാൻ, ഈ പൈപ്പിൽ ഇങ്ങനെ ചെയ്യാന്നുള്ളൊരു ആശയം ഉദിക്കാൻ കാര്യം എന്താ? എനിക്ക് കുരുമുളക് കുറെ ഉണ്ടായിരുന്നു. പക്ഷേ മരം കോതുന്നതിന് വേണ്ടി ആളിനെ വിളിക്കാൻ വലിയ നഷ്ടം നമുക്ക് നഷ്ടമായിരുന്നു. ഓരോ വർഷവും മരം കോതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മുളകിന്റെ ഈൽഡ് വളരെ കുറയും. അപ്പം മുളകിന് ആ തലപ്പിന് വേലി കിട്ടാൻ വേണ്ടി വർഷം തോറും കോതും. അപ്പൊ അതിനൊരു ബെനിഫിറ്റ് പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴേ കുരുമുളകിൽ നമുക്ക് കാര്യമായിട്ട് പറപ്പൂരിയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് കുരുമുളകിൽ നിന്നൊരു വരുമാനം ഉണ്ടാകുന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് മരം കോതണ്ട, തറയിൽ നിന്ന് തന്നെ നമുക്ക് പറിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യാം. സാറേ, വെറൈറ്റി ഏതാ? കുരുമുളകിന്റെ വെറൈറ്റി ഏതാ? വരുന്ന ഭാഗത്ത് നമുക്ക് കരിമുണ്ട. അപ്പൊ സാറിന് ഇപ്പൊ ഈ കുരുമുളക് പ്ലാന്റ് ചെയ്തിട്ട് എത്ര സമയമായി കാണും? ഇതിപ്പോ കഴിഞ്ഞ നവംബറിലാണ് ഇട്ടേക്കുന്നത്. 6 മാസമായി. അപ്പോഴ് എങ്ങനെ വളപ്രയോഗ രീതിയൊക്കെ? വളപ്രയോഗം എന്ന് പറഞ്ഞാൽ സാധാരണ ജൈവവളം മാത്രമേ ഉള്ളൂ, രാസവളം അങ്ങനെ കൊടുക്കാറില്ല. ജൈവവളം മാത്രം കൊടുത്തു പോകുന്നുണ്ട്. അപ്പോൾ വളപ്രയോഗത്തിനൊക്കെ കുഴപ്പമില്ല അല്ലേ ചെയ്യുന്നത്? ഈ പൈപ്പ് എന്തൊരു പൈപ്പാണ് സാർ യൂസ് ചെയ്തേക്കുന്നത്? 3 മീറ്റർ നീളമുള്ള ആസ്പെറ്റോസ് ആണ്. ഇനിയിപ്പോൾ ഇതിന് ഈ നീളം പോരെ, ഇതിൽ ഇനിയിപ്പോൾ ഒരു 1.5 മീറ്റർ കൂടെ നമുക്ക് ഇതിന്റെ മേളിലേക്ക് കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് പിന്നെയും കൊടുക്കും. അപ്പൊ സാറേ, അന്നേരം ഉയരം പോയാൽ നമ്മൾ എങ്ങനെ അതിന് വിളവെടുക്കാൻ പറ്റും? നമുക്ക് 10 അടിയുടെ ഒരു സീഡിയിൽ നമുക്ക് സ്റ്റാൻഡ് ഏണി ഉണ്ടല്ലോ, അതിൽ നിന്നും കുറയ്ക്കാവുന്ന ഹൈറ്റ് വരും. അപ്പൊ ആ 10 അടി പൊക്കേ സാർ കൊടുക്കത്തുള്ളൂ? ഈ ഏണിയുടെ അതനുസരിച്ച് ചെയ്തോളൂ. അപ്പൊ ഇത് ചാരി വെക്കുമ്പോ അങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് വേണ്ട, കാലുള്ള ഏണി ഉണ്ടല്ലോ, സ്റ്റാൻഡ് പെയിന്റ് അടിക്കുന്ന രൂപത്തിലുള്ള. അതിൽ കയറി നിന്ന് നമുക്ക് പിടിച്ചെത്തക്കണം. അപ്പൊ സാർ ഇനി ഇതിന്റെ ഒരുപാട് പൊക്കം പോകുമ്പോ അട്ടക്കാൽ ഇറക്കി കൊടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അല്ല, ഇതില് ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ എത്തി. മഴക്കാലം തുടങ്ങിയപ്പോൾ ഇത്രയും പെട്ടെന്ന് വളർച്ച വന്നേക്കുന്നത്. ഇനി 1 മാസം കൊണ്ട് ഇതൊക്കെ മേളിലെത്തും. 1 മാസം ആകുമ്പോ മേളിലെത്തുമ്പോഴേക്കും മേളിൽ നമുക്ക് ഇതിനകത്ത് മണലും സിമെന്റും കൂടി നിറച്ചിട്ടുണ്ട്. ഈ ലെവൽ വരെയാണ് നിറച്ചേക്കുന്നത്. മണലും സിമെന്റും അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് സാർ. ഇത് മറിയാതിരിക്കാനല്ല, ഇതിന് ബലം കുറവാണ്. ആർട്ടിഫിഷ്യൽ പൈപ്പിന് ബലം കുറവാണ്. കാരണം നമുക്ക് നിൽക്കില്ല. അപ്പൊ അതിനൊരു സപ്പോർട്ട് കിട്ടില്ല, എന്തെങ്കിലും തട്ടിയത് ഒടിഞ്ഞു പോകും. ഇതിന് മേളിൽ ഞാൻ പിന്നെ ഉദ്ദേശിക്കുന്നത് PVC പൈപ്പ് കൊടുക്കാനാണ്. മേളിലോട്ട്. അപ്പൊ ആ സെയിം സൈസ് തന്നെ PVC പൈപ്പ് യൂസ് ചെയ്യണ്ടേ? 5 ഇഞ്ച് അതിനകത്ത് ഇറക്കി നിൽക്കാം. എന്നിട്ട് ഫില്ലിങ് കൊടുക്കും. ഇതുവരെ ഫില്ല് ചെയ്തേക്കുന്നതാണ്. അത്രയും താഴ്ത്തി വെച്ചിട്ട് അതൊന്ന് നമുക്കൊരു പാക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ആ PVC പൈപ്പിന് സാർ എന്ത് ഫില്ലിങ് കൊടുക്കും? അതിന് ഫില്ലിങ് വേണ്ട. ഒരു 4 kg പൈപ്പ് ഇടുകയാണെങ്കിൽ ഫില്ലിങ് വേണ്ട. വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ 10 അടി പൊക്കത്തിൽ തന്നെ നമുക്ക് കുരുമുളക് പിച്ചാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. സ്റ്റാൻഡ് ഏണിയിൽ നമുക്ക് ഇപ്പോൾ 2.5 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇനി 1.5 മീറ്റർ കൊടുക്കാൻ 4 മീറ്റർ ആയി. 4 മീറ്റർ ആയപ്പോൾ ഏതാണ്ട് 12 അടിക്ക് പുറത്ത് വരും. 12-13 അടിയാവും. സാർ, അതുപോലെ നമുക്ക് ഈ വെയിലുള്ള സമയത്ത് ഈ പൈപ്പ് ചൂടായി തലപ്പ് കരിയോ അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ആദ്യം കുറച്ച് കാലം ഉണ്ടായിരുന്നു. അതിന് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അതങ്ങ് മാറി. ഈ പൈപ്പിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ മണൽ ഫില്ല് ചെയ്തതിനകത്ത് സാർ ഓസിട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഈർപ്പം ഒരു 2-3 ദിവസം കിട്ടും. അതിപ്പോൾ നല്ല കർഷകർക്ക് നല്ലൊരു അറിവാണ്. കാരണം ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ പൈപ്പിൽ ചെയ്യുന്ന ആൾക്കാർ പൈപ്പിൽ ചെയ്യുന്നു എന്ന് പറയുന്നു, പക്ഷെ അവർക്ക് അന്നേരം ഓവർ ചൂട് ആ സിമെൻ്റ് ആയാലും ആ ബോർഡിൽ അടിക്കുമ്പം അത് ചൂടായി തലപ്പ് കരിയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിലെന്ത് മാനേജ്മെന്റ് ചെയ്യുമെന്നോ? അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ പന്തലിട്ടിട്ട് പടവലം കൃഷി ചെയ്തിരുന്നത്. പടവലം കൃഷി ചെയ്തായിരുന്നു ഇതിന്, ഈ പന്തലില്. അപ്പൊ ഈ തണൽ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഇതിന് നമുക്ക് തൽക്കാലം ഇതിൽ നിന്ന് വരുമാനമൊന്നും ഇല്ല. ഇപ്പൊ വരുമാനം ഇല്ല. ഇത്ര ഏരിയയിൽ തന്നെ ഇപ്പൊ ഒരു 80 മൂട ഇട്ടേക്കുന്നത്. 80 മൂട് മൊത്തത്തിലുണ്ട്. അല്ല, കുരുമുളക് ഇട്ടേക്കുന്നത്. കുരുമുളക് ഞാൻ ഈ പടവലം ഇട്ടപ്പോ എനിക്കൊരു 8000 രൂപയുടെ പടവലം വിൽക്കാൻ പറ്റും. ഈ പന്തലിൽ നിന്ന് 8000 രൂപയ്ക്ക് വിറ്റു. പടവലം വിറ്റു. അപ്പൊ താഴെ അതിന്റെ ഇത് കിളിക്കുകയും ചെയ്യുന്നുണ്ട്. 2 പ്രയോജനം ഉണ്ടായി. ഒന്ന്, ഇതിന് തണല് കിട്ടി. ചൂട് സമയത്ത് മാനേജ് ചെയ്ത്. പിന്നെ അതിന് പുറമെ ഞാൻ ചീര ഇട്ടുന്നു. ഞാൻ 10000 രൂപയുടെ ചീര ഈ സ്ഥലത്ത് തന്നെ വിറ്റു. അപ്പൊ പല ആദായം കിട്ടി. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാര്യമായ നഷ്ടമൊന്നും ഇതിനകത്ത് വന്നില്ല. പൈപ്പിനെല്ലാം കൂടി ആകെ ചെലവ് വന്നിരിക്കുന്ന പൈപ്പിനും അത് കുഴിച്ചിടുന്നതിനുള്ള ചെലവും
മണലും എല്ലാം കൂടെ ആയിട്ട് 63,000 രൂപ ചിലവായി. അതിലിപ്പോ എനിക്ക് 15,000 രൂപ ഇപ്പൊ തന്നെ നമുക്ക് ഇതിന് ഇടയ്ക്കെന്നുള്ള ഇടകൃഷിയിൽ നിന്ന് കിട്ടി. ഇടയിലെ കൃഷി, പടവലം അങ്ങനെയുള്ള കൃഷിയിൽ നിന്ന് സാറിന് കിട്ടി. അപ്പൊ സാറേ ഈ പന്നിയൂർ സാർ എവിടെ നിന്ന് വരുത്തിയതാ? പന്നിയൂര് എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ചുറ്റടുത്തുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടില് പന്നിയൂരിന്റെ തൈകളുണ്ട്. അപ്പൊ സാറ് അവിടെ പോയി മേടിച്ചതാണോ? തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ എല്ലാം സാർ പന്നിയൂർ തന്നെ ഇട്ടേക്കുന്നേ? പന്നിയൂർ ഇട്ടേക്കുന്ന പന്നിയൂർ പുള്ളിയുടെ അവിടെ നിന്ന് ഞാൻ പന്നിയൂർ 2 വെറൈറ്റിയാണ്. ആദ്യം ഞാനൊന്ന് കൊണ്ട് നട്ടു നോക്കി. ഒരു വർഷത്തിന് മുമ്പ് ഇട്ടാണ്. നല്ല ഈൽഡ് അതിനകത്ത് കിട്ടിയത്. ഈ വർഷം തന്നെ എനിക്ക് 2 കിലോ പച്ചമുളക് അതിനകത്ത് കിട്ടി. 1.5 വർഷം ആയതേ ഉള്ളൂ. ഏതാ മരത്തെ കയറ്റി വിട്ടതിനകത്ത്? മരത്തിൽ കയറ്റി വിട്ടു. ഒരു തെങ്ങിൽ കയറ്റി വിട്ടിട്ട് നന്നായിട്ട് വളവും വെള്ളവും കൊടുത്ത് നോക്കിയിരുന്നു. എത്ര കിട്ടുമെന്ന് അറിയാനുണ്ട്. അപ്പൊ അത് ഈൽഡ് കിട്ടുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഞാൻ ആ തൈ ഇവിടെ മേടിച്ചു വെച്ചത്. അപ്പൊ അതിന്ന് സാറിന് വരുമാനം കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചെയ്തത്. അപ്പൊ ഇതിന് സാറ് നല്ലതുപോലെ മാനേജ് ചെയ്യുന്നുണ്ടോ? എപ്പോഴും വരുന്നു നോക്കുന്നുണ്ട്? അങ്ങനെ എപ്പോഴും നോക്കുന്നുണ്ട്. കാരണം എന്റെ വീട് ഇവിടെ തന്നെ ആയതുകൊണ്ട് എനിക്ക് വന്ന് നോക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എല്ലാ ദിവസവും നോക്കിയിരിക്കും. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പന്നിയൂറിന് തിരഞ്ഞെടുത്തത് നല്ല തിരിക്ക് നല്ല നീളവും നണിയും ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ചെയ്യുന്നു. ഈ സൈഡിൽ ചോല വരുന്ന ഭാഗത്ത് നമ്മൾ കരിമുണ്ടയാണ്. കാരണം കരിമുണ്ടയ്ക്ക് കുറച്ച് വെയിലില്ലെങ്കിലും കുഴപ്പമില്ല. തണൽ ഭാഗം മറ്റേ ആ കൊടിയിൽ നിന്നുള്ള തണൽ ഭാഗം വരുമ്പോൾ അവിടെ കരിമുണ്ട യൂസ് ചെയ്യും. കരിമുണ്ട നമ്മുടെ പ്ലാന്റിൽ തന്നെ വെട്ടിയെടുത്താണോ? അതെല്ലാം കരിമുണ്ടയാണല്ലോ. അപ്പൊ അതിൽ നിന്ന് സാറിന് ഈ കൊടിയിൽ നിന്ന് തന്നെ സാറിന് ലാഭം കിട്ടുന്നുണ്ടല്ലോ? കിട്ടുന്നുണ്ട്. പക്ഷെ അതിലിപ്പോ ഇത് മുറിക്കാൻ വേണ്ടി എനിക്കിപ്പോ 2,500 രൂപയായി. മാവിന്റെ ചോല. ഇപ്പൊ ചോലയിൽ നിന്ന് രക്ഷപ്പെടാനും ജോലിക്കാരെ നിർത്താതെ പിച്ചാനും ഉള്ള ഇതിനു വേണ്ടി ചെയ്തേക്കുന്നു അല്ലേ? അപ്പൊ നല്ലൊരു അറിവാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ ചൂട് വീഴുമ്പോൾ എന്ത് മാനേജ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇത് പോസിറ്റ് വെള്ളം അടിച്ചു കൊടുത്ത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെയ്താലും മതി. ഇടയ്ക്ക് പയറിട്ട് കഴിഞ്ഞാൽ ഇത് മേളിലെത്തുന്നവരെ നമുക്ക് പയറിടാം. അടുത്ത പൈപ്പ് കൊടുക്കുന്നവരെ പയറിടാം. ഇതിപ്പോ മേളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ചൂടിന്റെ പ്രശ്നമില്ല. അപ്പൊ അത് ഇതിലൊന്നും ഇനിയിപ്പോ ചൂട് അടിക്കില്ല. പൈപ്പ് ചൂടാവില്ല. നിറഞ്ഞു കഴിഞ്ഞാൽ ചൂടാവത്തില്ല. പിന്നെ എന്റെ അഡ്വൈസ് ഇതിന് പോകുന്നതിനേക്കാൾ നല്ല PVC ആണെന്നുള്ളതാണ്. ഈ പൈപ്പിനെക്കാട്ടും PVC ആണ് നല്ലത്. വലിയ വില വ്യത്യാസം വരുന്നില്ല നമുക്ക്. ഇത്രയും കനമുള്ള PVC യൂസ് ചെയ്യണമെന്നാണ് സാർ പറയുന്നത്? വേണ്ട. 4 ഇഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. 5 ഇഞ്ച് ഇട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. 5 ഇഞ്ചാണെങ്കിൽ PVC ആകുമ്പോൾ ചൂട് പിടിക്കുന്നില്ല. നമുക്ക് അതിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. ചൂട് പിടിക്കാത്തതുകൊണ്ട്. ചൂട് പിടിക്കുമ്പോൾ പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കെട്ടിവെച്ചിരുന്നാൽ പോലും ഇത് കാല് ദ്രവിച്ചിട്ട് വിട്ടുപോകാം. ഇവിടെ എങ്ങനെ ദ്രവിക്കുമെന്ന് സാർ പറയുന്നത്? ഇപ്പൊ ഇതിൽ അട്ടക്കാല് കയറിയുണ്ടല്ലോ. ഈ അട്ടക്കാല് പിടിച്ചേക്കുന്നത് ഇതിന് പൈപ്പിന് ചൂട് കൂടുതൽ വരികയാണെങ്കിൽ അത് ഇതിൽ നിന്ന് വിട്ടുപോകും. അതാ ഞാൻ ചോദിച്ചേ. PVCക്ക് വിട്ടുപോകില്ല. PVCക്ക് അല്ല സാറേ, അന്നേരം ഈ PVCയിൽ അട്ടക്കാല് പിടിക്കുവോ? ഞാൻ എന്റെ കൂടെ വരികയാണെങ്കിൽ PVCയിൽ അട്ടക്കാല് പിടിച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ശരി, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട്. ഇത് ഡ്രെയിനേജ് പൈപ്പ്. ഇത് അപ്പൊ ഇത് ആ വലിയ കുരുമുളകും ആ ഡ്രെയിനേജ് പൈപ്പ് തന്നെ കൊടുത്തേക്കുന്നത്? അതിലാണ് കൊടുത്തത്. അത് ഞാൻ ഇത് എങ്ങനെ ഉണ്ടാവും, PVC എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടി ഇട്ടതാണ്. ഈ PVC തന്നെ സാർ എത്ര ഇട്ട്? 5 കിലോ വെച്ചാ? ഈ PVC തന്നെ സാറ് ഈ വർഷം കുറവായിരുന്നു. ഈ വർഷം എനിക്ക് ഒരു 1.5 കിലോ കിട്ടിയുള്ളൂ. ഈ വർഷം 1.5 കിലോ കിട്ടി. ഇതിപ്പോ എത്ര വർഷമായതാ? ഇതും ഒരുമിച്ച് വെച്ചേക്കുന്നതാണ്. 3.5 വർഷം. 3.5 വർഷമായി. അപ്പൊ അത്രയും നല്ല വിളവ് കിട്ടി തുടങ്ങി. അല്ല, ഈ വർഷം ഇത് കൃഷ്ണാടനായതുകൊണ്ടാണ്. ഈ വർഷം അതിന് നല്ല ഈൽഡുണ്ട്. ഇല്ലായിരുന്നു. അപ്പൊ PVC വീണ് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ തീയലായി കഴിഞ്ഞാൽ ഇത്രയും ഏരിയയിൽ നമുക്ക് ഒരു മരത്തിൽ നിന്നാലും നമുക്ക് ഇതാണ് ഈൽഡ് കിട്ടത്തില്ല. മരത്തിൽ നിന്നാ ഇത് നല്ലപോലെ PVC ആയതുകൊണ്ട് നല്ലപോലെ വെയിൽ കിട്ടുന്നുണ്ട്. പിന്നെ മഴ പെയ്ത് നല്ലോണം പരാഗണം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല വിളവ് കിട്ടി. ഒരു പ്രശ്നം എന്തെങ്കിലും മണം ഉണ്ടോ അവിടെ? ഇല്ല, സ്മെല്ലേ ഇല്ല, ഒന്നുമില്ല. കാരണം ഇതിനകത്ത് വേറെ ഒന്നും ഇട്ടില്ല. ഇപ്പൊ പച്ചക്കറിയും കഴിഞ്ഞ ദിവസം ചെമ്മീൻ ഉൾപ്പെടെ എല്ലാം ഇതിനകത്ത് കൊണ്ടുവന്നു. നമ്മുടെ അടുക്കള വേസ്റ്റ് ഇടുന്നുണ്ട്. ഫുൾ അടുക്കള വേസ്റ്റ് അവിടെ ഇടുന്നില്ല എപ്പോഴും. ഈച്ചയുടെ ശല്യം എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങും വേസ്റ്റ് വയ്ക്കാൻ നോക്കിയാൽ കംപ്ലീറ്റ് റംബൂട്ടാൻ കഴിച്ചതിന്റെ തൊലിയും എല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്തിലും എന്നിട്ട് കുറച്ച് പുല്ല് പിടിച്ച് ഇങ്ങോട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ശീമക്കൊന്ന കുറച്ച് നിൽപ്പുണ്ട്. അതിന്റെ കുറച്ച് കമ്പ് ഇല വേസ്റ്റ് അങ്ങനെ തന്നെ അടിയിക്കോളൂ. താന്ന് പോകും. നിറച്ച് ഞാൻ എത്ര കൂട്ടി വെച്ചാലും ശരി. കാരണം ഇതിന് ഇതിന് മണ്ണിരയുണ്ട് ആവശ്യം പോലെ. ഇതിനകത്തൊക്കെ മണ്ണിരയുണ്ട്. മറ്റേ സാധാരണ നമ്മുടെ ഈ പട്ടാളപ്പുഴുവിന്റെ ഇത് പട്ടാളപ്പുഴുവാണ്. ഈ വന്ന് കയറിയേക്കുന്നുണ്ടോ? അപ്പൊ ഇത് തന്നെ കഴുകും. ഇത് അഴുകി അവർ തിന്നിട്ട് ആ വളം താനെ വെള്ളത്തിലേക്ക് ഗ്രഹിച്ചു വരും. ഇത് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ വളം ഇപ്പൊ ഇടുന്നില്ലേ? അപ്പൊ ഈ സ്ലാറി സാറ് കോരി അതിനൊക്കെ ഒഴിക്കും, വാഴയ്ക്കല്ല. എന്റെ മെയിൻ പണി ഇതാണ്. ചെറിയ ബക്കറ്റായിട്ട് വരും. ഇത് മുക്കിയെടുക്കും. ഇതിനകത്തൊരു കുഴിയുണ്ട്, ചെറിയൊരു കുഴി കിടക്കും. ഇതെന്റെ അസോള ടാങ്ക് ഉണ്ടാക്കിയതാണ്. അസോള ടാങ്ക് ആയിരുന്നു. കാശൊക്കെ തന്നാണ്. അസോളക്കാൻ ലാഭം ഇപ്പൊ ഇതാ.